नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 86. വേദമൂർത്തികളുടെ പ്രാർത്ഥന. പേജ് നമ്പർ 903. ജീവാത്മാക്കൾ യാദൃച്ഛികമായി വിവിധ ജീവിതാവസ്ഥയിൽ പതിച്ചു പോയതെന്തുകൊണ്ടാണെന്ന് ഒരു ചോദ്യം ഉന്നയിക്കാവുന്നതാണ്. ഈ ചോദ്യത്തിനുത്തരം പറയാൻ യാദൃച്ഛികതയുടെ സ്വാധീന ശക്തി ജീവചൈതന്യങ്ങളുടെ മേലുണ്ടാവാൻ സാധ്യതയില്ലെന്ന് നാം ആദ്യം മനസ്സിലാക്കണം. യാദൃച്ഛികത അചേതനങ്ങൾക്കേയുള്ളൂ. വേദഗ്രന്ഥങ്ങൾ അനുസരിച്ച് ജീവാത്മാക്കൾക്ക് വിജ്ഞാനമുണ്ട്. അതുകൊണ്ടാണ് അവരെ ചൈതന്യം അല്ലെങ്കിൽ വിജ്ഞാനം എന്നു വിളിക്കുന്നത്. അതിനാൽ അവരുടെ സ്ഥിതി വിവിധ പരിതാപാവസ്ഥയിൽ ആയിത്തീർന്നത് യാദൃച്ഛികമല്ല. അത് അവർ തന്നെ തിരഞ്ഞെടുത്തതാണ്. കാരണം അവർക്ക് അറിവുണ്ട്. സർവവും ത്യജിച്ചിട്ട് എന്നെ ശരണം പ്രാപിക്കുവിൻ എന്നു ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു. പരമപുരുഷനെ സാക്ഷാത്കരിക്കാനുള്ള ഈ പ്രക്രിയ എല്ലാവർക്കുമുള്ളതാണ്. എന്നിരുന്നാലും ഈ നിർദ്ദേശം അംഗീകരിക്കണമോ വേണ്ടയോ എന്നു തീരുമാനിക്കേണ്ടത് ഓരോ ജീവാത്മാവിൻ്റെയും ഇഷ്ടമാണ്. ഭഗവത്ഗീതയുടെ അവസാന ഭാഗത്തു ഭഗവാൻ കൃഷ്ണൻ അർജുനനോടു തുറന്നു പറയുന്നു: പ്രിയപ്പെട്ട അർജുന, നാം നിന്നോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളതെല്ലാം നീ ഇത് സ്വീകരിക്കുന്നോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചു നിൽക്കുന്നു. ഇതുപോലെ ഈ ഭൗതിക ലോകത്തേക്കിറങ്ങിവന്ന ജീവാത്മാക്കളെല്ലാം ഭൗതിക ലോകം ആസ്വദിക്കാൻ വേണ്ടതെന്തൊക്കെയെന്ന് സ്വയം തിരഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കുന്നു. കൃഷ്ണനല്ല അവരെ ഈ ഭൗതിക ലോകത്തേക്കയച്ചത്. സ്വയം പരമഭോക്താക്കളാകാൻ വേണ്ടി ഭഗവാന്റെ നിത്യസേവനം ഉപേക്ഷിച്ചു ജീവാത്മാക്കളുടെ സുഖത്തിനു വേണ്ടി സൃഷ്ടിച്ചതാണ് ഈ ഭൗതിക ലോകം. വൈഷ്ണവ ദർശനമനുസരിച്ച് ജീവാത്മാവ് ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ ആഗ്രഹിക്കുകയും ഭഗവത് സേവനം മറക്കുകയും ചെയ്യുമ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവന് ഭൗതിക ലോകത്തിൽ ഇടം കൊടുക്കുന്നു. അതിൻ്റെ ഫലമായി സുഖിക്കാനോ കഷ്ടപ്പെടാനോ വേണ്ടി അവൻ സ്വന്തമായി ഒരു ജീവിത പരിതോവസ്ഥ സൃഷ്ടിക്കുന്നു. ഭഗവാനും ജീവാത്മാക്കളും എക്കാലത്തും പരസ്പരം തിരിച്ചറിയാൻ കഴിവുള്ളവരാണെന്നു നാം വ്യക്തമായി മനസ്സിലാക്കണം. ഭഗവാനോ ജീവാത്മാക്കൾക്കോ ജനന മരണങ്ങളില്ല. സൃഷ്ടി നടക്കുമ്പോൾ
ജീവാത്മാക്കളെ സൃഷ്ടിക്കപ്പെടുന്നു എന്നർത്ഥമില്ല. ബദ്ധാത്മാക്കൾക്ക് ഉപരിവിധാനമായ കൃഷ്ണാവബോധത്തിലേക്ക് സ്വയം ഉയരാൻ ഒരവസരം നൽകാനായി ഭഗവാൻ ഈ ഭൗതിക ലോകം സൃഷ്ടിക്കുന്നു. ബദ്ധാത്മാവ് ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ ഭൗതിക ലോകത്തിൻ്റെ സംഹാരത്തെ തുടർന്ന് അവൻ നാരായണൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച് മറ്റൊരു സൃഷ്ടിയുടെ കാലം വരെ അത്യന്തം ഗാഢമായ ഒരു ദീർഘനിദ്രയിൽ കഴിയുന്നു. ഇവിടെ വർഷകാലത്തിൻ്റെ ഉദാഹരണം വളരെ യുക്തമാണ്. സൃഷ്ടിയുടെ ദല്ലാളായി കാലാകാലമായുള്ള വർഷപാതത്തെ കണക്കാക്കാം. എന്തെന്നാൽ മഴ കഴിയുമ്പോൾ നനഞ്ഞ ഭൂമി വിവിധതരം സസ്യങ്ങൾക്കു വളരാൻ അനുകൂലമായി തീരുന്നു. അതുപോലെ ഭൗതിക പ്രകൃതിയുടെ മേൽ ഭഗവാന്റെ കടാക്ഷം പതിയുന്നതോടെ പുഷ്ടി നടക്കുന്നു. ഉടൻ തന്നെ മഴയ്ക്കുശേഷം പലതരം സസ്യങ്ങൾ മുളച്ചു പൊന്തുന്നതുപോലെ വിവിധ ജീവിതാവസ്ഥയിൽ ജീവാത്മാക്കൾ ജനിക്കുന്നു. വർഷപാതം ഒന്ന് മാത്രം. എന്നാൽ സസ്യജാലത്തിൻ്റെ സൃഷ്ടി വിഭിന്നമാണ്. മഴ പൊഴിയുന്നത് എല്ലായിടത്തും സമമായിട്ടാണ്. നടുന്ന വിത്തിൻ്റെ ഭേദമനുസരിച്ച് വിവിധ രൂപത്തിൽ വിഭിന്നാകൃതിയിലാണു വിവിധ സസ്യങ്ങൾ പൊടിച്ചു വളരുന്നത്. അതുപോലെ നമ്മുടെ അഭിലാഷത്തിൻ്റെ വിത്തുകൾ വിഭിന്നങ്ങളാണ്. ഓരോ ജീവാത്മാവിനും ഓരോ തരം അഭിലാഷമാണുള്ളത്. ആ അഭിലാഷമാണ് ഒരു പ്രത്യേകതരം ശരീരത്തിനുള്ളിൽ അയാളുടെ വളർച്ചയുടെ വിത്ത്. പാപബീജം എന്ന പേരിൽ രൂപഗോസ്വാമി ഇതു വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ ഭൗതികാഭിലാഷങ്ങളൊക്കെ തന്നെ പാപബീജമായി അഥവാ പാപപൂർണമായ അഭിലാഷങ്ങളുടെ വിത്തായി കണക്കാക്കാം. നാം സർവേശ്വരനിൽ അഭയം പ്രാപിക്കുന്നില്ലെന്നതാണ് നമ്മുടെ പാപബീജമെന്നു ഭഗവത്ഗീത പറയുന്നു. അതുകൊണ്ടാണ് പാപപൂർണമായ അഭിലാഷങ്ങളുടെ പരിണതഫലത്തിൽ നിന്നു നിന്നെ നാം രക്ഷിച്ചു കൊള്ളാം എന്നു ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. ഈ പാപപൂർണമായ അഭിലാഷങ്ങൾ വിവിധതരം ശരീരങ്ങളിൽ പ്രത്യക്ഷം കൊള്ളുന്നു. അതിനാൽ ഒരു കൂട്ടം ജീവാത്മാക്കൾക്കു ഒരു തരം ശരീരവും മറ്റൊരു കൂട്ടർക്ക് അതിൽ നിന്നു തികച്ചും വിഭിന്നമായ ശരീരവും കൊടുത്തു എന്നു പറഞ്ഞ് സർവേശ്വരൻ പക്ഷഭേദം കാണിച്ചു എന്നു കുറ്റപ്പെടുത്താനാകില്ല. 84 ലക്ഷം ജീവിഗണത്തിൽപ്പെട്ട സകല ശരീരങ്ങളും ഓരോ ജീവാത്മാവിൻ്റെ വ്യക്തിഗതമായ മാനസികാവസ്ഥയ്ക്കനുസരണമായിട്ടുള്ളതാണ്. പരമപുരുഷനായ പുരുഷോത്തമൻ അവരുടെ ആഗ്രഹമനുസരിച്ച് പ്രവർത്തിക്കാൻ ഒരവസരം നൽകുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഭഗവാൻ ചെയ്തു കൊടുത്ത സൗകര്യം ഉപയോഗപ്പെടുത്തി ജീവാത്മാക്കൾ പ്രവർത്തിക്കുന്നു. ഹരേ കൃഷ്ണ.